വെൽക്കം ടു ബി ആർ ഡി ലെക്സ്. സാറിന് ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റ് സാറിന്. സോ എൻ്റെ പേര് ഓറസ്റ്റസ് എന്നാണ്. ലൈക്ക് ഐ എം ഫ്രം കൊല്ലം ആൻഡ് ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾക്ക് ബിസിനസ്സാണ്. ഞങ്ങൾക്ക് രണ്ട് കമ്പനിയുണ്ട്. ഞങ്ങൾ ഒന്ന് സോഫ്റ്റ്വെയർ ആണ്, ദ അതർ വൺ ഇസ് റിലേറ്റഡ് ടു സ്പോർട്സ്. അങ്ങനെ പിന്നെ അല്ലാതെ ഞാൻ സിവിൽ സർവീസിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഞങ്ങളൊരു കാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ നമ്മുടെ യൂഷ്വൽ രീതിയിലുള്ള കാർ സെർച്ച് ആദ്യം നടത്തി. അപ്പം എല്ലാ കാറും ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന കാറുകളൊക്കെ അത്യാവശ്യം ഈ പറയുന്ന ഒരു പ്രൈസ് റേഞ്ച് മുകളിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഈ തോട്ട് ഓഫ് വേറെ കാറുകൾ നോക്കിയാൽ എന്താ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തു. ഞങ്ങൾ ഒരു ദിവസം വിചാരിച്ച് ഇവിടുന്ന് മലപ്പുറം വരെ ട്രാവൽ ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ, എൻ്റെ ഫ്രണ്ടുണ്ട്, സ്റ്റുഡൻ്റാണ്, ഫ്രണ്ടാണ്, പാർട്ട്ണറാണ്. അപ്പോൾ പുള്ളിയായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് കാറിൽ, ഞാനും എൻ്റെ വേറൊരു സ്റ്റുഡൻറ്റും പുള്ളിയും വൈഫും കൂടെ ഞങ്ങൾ വണ്ടി ഓടിച്ച് എറണാകുളം തൊട്ട് അവരുടെ എല്ലാ ഷോറൂമും കയറി വരുമായിരുന്നു. അപ്പം ഇതിനിടയിൽ ഞങ്ങൾ വേറെ ഈ വീടുകളിലൊക്കെ കാറ് സെല്ല് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടതിന് മുമ്പ് BRD ലെക്സിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കാറ് സെല്ല് ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പം ഞാൻ അങ്ങനെ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അന്നേരം വരുന്ന വഴിക്ക് വിളിച്ചാണ്. അപ്പോഴാണ് ചാൾസിനെ നിങ്ങൾ കണക്ട് ചെയ്ത് തരുന്നത്. ഇറ്റ്സ് ലൈക്ക് ഞങ്ങളൊരു ഉച്ചയായപ്പോൾ ഇവിടെ വന്ന് ആദ്യം ഞങ്ങളൊരു ഓഡി Q3 ആണ് കണ്ടത്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ആദ്യത്തെ വണ്ടി എടുക്കണേ. പിന്നെ നമ്മളൊരു 20 lakhന് താഴെ നിർത്തി വണ്ടി എടുക്കാമെന്നുള്ള ഓപ്ഷനിൽ ഇവിടെ വന്നേ. ബട്ട് ലൈക്ക് ഇവിടെ വന്ന് ഞങ്ങൾ ആദ്യം Q3 കണ്ട്. അപ്പം ഷി വാസ് ഓക്കെ, ശരിയെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ടുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ഈ വണ്ടി കാണാമായിരുന്നു. ഈ നമുക്ക് ചില വണ്ടികൾ കാണുമ്പോൾ ഉടനെ ഇഷ്ടമാവുക എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം കയറി എൻ്റെ അകത്ത് ഇരുന്നപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് വണ്ടി ഇഷ്ടമായി. പിന്നെ വേറെ ഏത് കണ്ടാലും ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിലോട്ടും പോയി. പിന്നെ ചാൾസ് വാസ് ലൈക്ക് നല്ല രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത്രയും ഷോറൂമുകൾ നമ്മൾ കയറിയിട്ടെങ്കിലും പലപ്പോഴും അതിൻ്റെ അകത്തിരുന്ന ആളുകൾക്കൊന്നും ഒരു ടെക്നിക്കൽ നോളജ് ഇല്ല. നമുക്കൊരു സാധനം കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത്, നമ്മളിപ്പോൾ ഒരു ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ വരുമ്പം നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ അതിവിടെ ഞങ്ങൾക്ക് കിട്ടി. വളരെ പ്രൊഫഷണലായിട്ടാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ആ Q3 ആണെങ്കിലും ശരി, അവിടെ ഉണ്ടായിരുന്ന ഒരു BMW ആണെങ്കിലും ശരി, ആൻഡ് ലൈക്ക് ജാഗ്വർ ആണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഫ്രം ദ പ്രോസസ്, ഇത് എടുക്കാൻ തുടങ്ങി അതിൻ്റെ അകത്തൊരു മൈൻഡ് സെറ്റ്, അപ്പോൾ ഒരു 6 lakh കൂടെ ഫ്രണ്ടിലോട്ട് പോയാലും കുഴപ്പമില്ല എന്ന് തോന്നിച്ചത് അദ്ദേഹമാണ്. അപ്പം അതാണ് അതിൻ്റെ അകത്തൊരു ഞാൻ ഓൾറെഡി പുള്ളിയോട് പറഞ്ഞു, പുള്ളി ഒരു നല്ല കച്ചവടക്കാരനാണ്. പിന്നെ നമ്മൾ മലപ്പുറം വരെ പോയില്ല, അതാണ് അതിൻ്റെ അകത്ത് നടന്നത്. നമ്മൾ അവിടെ വരെ പോകേണ്ടി വന്നില്ല, നമ്മൾ ഇവിടെ തന്നെ സ്റ്റക്കായി. പിന്നെ നമുക്ക് കാർ ഇഷ്ടമായി, രണ്ടാമത് ആളെ ഇഷ്ടമായി, പിന്നെ നമുക്കൊരു വിശ്വാസം വന്നു. അതാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതൊരു കോൺഫിഡൻസ് ആണ്. അത് എവിടെ കിട്ടുന്നു നമ്മൾ അവിടെ ലോക്കാവുമെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു കച്ചവടക്കാരനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കൊരാളെ പിടിച്ചിരുത്താൻ പറ്റിയ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ പുള്ളിക്ക് അത് പറ്റിയെന്നുള്ളതാണ്. ഞാൻ താഴെ വന്നപ്പം സിജോ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനാണ്, നിങ്ങൾ നോക്ക്, നമുക്ക് പറ്റുന്നത്ര അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് അറ്റ് നൈറ്റ്, അന്ന് രാത്രി 9 മണിയായി ഞങ്ങൾ എല്ലായിടത്തും പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ആൻഡ് ദേ വെയിറ്റഡ് ഫോർ അസ്. ലൈക്ക് 9 മണി വരെ ഇവിടെ നിന്നു, ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് തന്നു. അന്ന് മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകുന്നത്. എനിക്ക് ഉറക്കം പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ എന്നിട്ട് തിരിച്ച് ഡ്രൈവ് ചെയ്ത് റിസ്കി ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. ബട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആലോചിച്ചു, ആൻഡ് പിന്നെ ചാൾസുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ബട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ ചെയ്തു തന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടിയതുപോലെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പായിട്ടും ഇത് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ നമുക്ക് എപ്പോഴും ഒരു ബിസിനസ്സിലോട്ട് കാശ് ഇടുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷനാണ്. അപ്പോൾ ഇതൊരു ബിസിനസ്സാണെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഘട്ടങ്ങളെല്ലാം നിങ്ങൾ ഭയങ്കര സൂപ്പറായിരുന്നു ഉള്ളത്, തുറന്ന് പറയാനുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മളൊരു വീട്ടിൽ വന്ന പോലെ ഉണ്ട് കേട്ടോ. സീരിയസ്ലി ആ ചേച്ചിമാരാണല്ലോ, അവിടെ നിൽക്കുന്ന 2 ചേച്ചിമാരാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നുണ്ട്. അപ്പം അതാണെങ്കിലും പിന്നെ നിങ്ങളുടെ ഈ സെറിമണി ആണെങ്കിലും എല്ലാം ഭയങ്കര നല്ലതായിരുന്നു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ വളരെ സീരിയസ്ലി പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു
ലക്ഷറി കാറിലോട്ട് പോണേ. അപ്പം ഇത്രയും നാൾ ഞാനൊരു ചെറിയ വണ്ടിയിലായിരുന്നു. അപ്പം എനിക്കൊരു അപ്ഗ്രേഡ് വേണം എന്നാ എനിക്കല്ല സോറി കേട്ടോ, ഞങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഇത് ഇവളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്രീമായിരുന്നു. അതാണ് ഇവളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്രീമാണ് ഒരു കാറ് വേണമെന്ന്. ആൻഡ് അയാൾക്ക് കുറഞ്ഞ കാറുകളിലോട് ഇയാൾക്ക് സ്പീഡിനോടൊരു താല്പര്യമുണ്ട്. അപ്പം അതാണ് ഇയാൾ സ്പോർട്ടി. അപ്പം അങ്ങനെ ഒരു സംഭവം. ഇത് എൻ്റെ ഡ്രീം അല്ല ആക്ച്വലി, എൻ്റെ ഡ്രീം കാട്ടി കൂടുതൽ പുള്ളിക്കാരുടെ ഒരു ഡ്രീമാണ്. ഞാനിവിടെ വന്ന സ്റ്റോറിയാണ് പറഞ്ഞത്. ബട്ട് ഈ കാറ് വേണമെന്നും ഇതേ എടുക്കുന്നോളൂ എന്നും പറഞ്ഞിട്ട് നിന്നത് പുള്ളിക്കാരിയാണ്. അപ്പം അങ്ങനെയാണ് ഇതിൽ ഫിക്സ് ചെയ്തത്. ഈ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ ഇതിലോട്ട് നമ്മളിവിടുന്ന് പോകുമ്പോൾ തൊട്ടേ ഇത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ പോയത്. അതിൻ്റെ നമ്മൾ വരുന്ന വഴിക്ക് ഏകദേശം 12ഓളം ഷോറൂമിൽ കയറിയിട്ട് വന്നത്. അവിടുന്ന് ഇവിടെ വരെ നമുക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ സർവീസ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതാണ് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു.